Hi all, welcome to the class. Today we are going to discuss a small topic in the subject mechanics of machinery. We are dealing with graphical cam profile and today we are going to deals with a SHM and UAUR motion. That is simple harmonic motion combined with uniform acceleration and retardation motion. So there is a problem for that. A cam is required to give a following motion to a knife edge follower to move outward with 25 mm during 120 degree of cam rotation, follower to dwell for the next 60 degree of cam rotation, and follower to return to its initial position during the next 90 degree of cam rotation, and follower will be rest or dwell during next cam rotation. So minimum radius of cam is given as 40 mm and line of stroke of follower passing through the axis of cam, and the follower is to move outward with SHM and inward with uniform acceleration and retardation motion. So draw the profile of cam. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്യാം പ്രൊഫൈൽ വരക്കേണ്ടത്. അന്നേരം തന്നിരിക്കുന്ന ഡാറ്റ എന്തൊക്കെയാണെന്ന് ആദ്യം അനലൈസ് ചെയ്യാം. തന്നിരിക്കുന്നതിനകത്ത് ആദ്യം പറഞ്ഞു നൈഫ് എഡ്ജ് ഫോളോവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നൈഫ് എഡ്ജ് ഫോളോവർ എന്ന് പറഞ്ഞാൽ ആ ഫോളോവറിൻ്റെ എഡ്ജ് വളരെ ഷാർപ്പായിരിക്കും, അതാണ് നൈഫ് എഡ്ജ് ഫോളോവർ. ആൻഡ് സെക്കൻഡ് കാര്യം പറഞ്ഞിരിക്കുന്നത് ദ ഫോളോവർ ടു മൂവ് ഔട്ട്വേർഡ്. ദാറ്റ് മീൻസ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്വേർഡ് എന്നുള്ളതിൻ്റെ വേറൊരു ഇതാണ് റൈസിങ് എന്നുള്ള സ്ട്രോക്കിൻ്റെ വേറൊരു പേരാണ് ഔട്ട്വേർഡ് സ്ട്രോക്ക്. സോ ഔട്ട്വേർഡ് 25 mm ഡ്യൂറിങ് 120 ഡിഗ്രി ഓഫ് ക്യാം റൊട്ടേഷൻ. ദാറ്റ് മീൻസ് 25 mm എന്ന് പറയുന്നത് സീറോന്ന് മാക്സിമം എത്ര വരെ പോകുന്നുണ്ടെന്നുള്ളതാണ്, അഥവാ മാക്സിമം ലിഫ്റ്റാണ് 25 mm. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിഫ്റ്റ് എന്താണെന്ന് ചർച്ച ചെയ്തിട്ട് ലിഫ്റ്റ് എങ്ങനെയാണ് ക്യാം ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം വരക്കുമ്പോൾ ആവശ്യമുള്ളതെന്നും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ മനസ്സിലാവുകയും ചെയ്യും. അത് 120 ഡിഗ്രി ക്യാം റൊട്ടേഷനാണെന്ന് പറഞ്ഞു. ടോട്ടൽ ക്യാം റൊട്ടേഷൻ 360 വരിക. അത് കണക്കൂട്ടി നോക്കുക. 120 + 60 + 90 + 90 ദാറ്റ് വിൽ ബി 360. അതാണ് ടോട്ടലായിട്ട് വരിക. ദെൻ സെക്കൻഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് ഫോളോവർ വിൽ ബി ഡ്വൽ ഫോർ ദ നെക്സ്റ്റ് 60 ഡിഗ്രി ഓഫ് ക്യാം റൊട്ടേഷൻ. CM റൊട്ടേഷൻ അല്ല, ക്യാം റൊട്ടേഷനാണ്, മിസ്സായി പോയതാണ്. ഡ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ റൈസ് ഔട്ട്വേർഡ് സ്ട്രോക്ക് കഴിഞ്ഞ് മുകളിൽ കുറച്ച് സമയം ക്യാം റെസ്റ്റ് ചെയ്യും. ആ പോർഷനാണ് ഈ 60 ഡിഗ്രി എന്ന് പറയുന്നത്. പിന്നെ തിരിച്ച് ഇനീഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നതാണ് 90 ഡിഗ്രി ഓഫ് ക്യാം റൊട്ടേഷൻ, അഥവാ ദാറ്റ് വിൽ ബി ദ റിട്ടേൺ സ്ട്രോക്ക് ആൻഡ് ഡ്വൽ ഫോർ ദ റിമൈനിങ് 90 ഡിഗ്രി ഓഫ് ക്യാം റൊട്ടേഷൻ. ഇതാണ് തന്നിരിക്കുന്ന ഡാറ്റ. അന്നേരം ഒരു ക്യാമിന് മിനിമം റേഡിയസ് ഉണ്ടാവണം, അത് തന്നിട്ടുണ്ട് 40 mm ആണെന്ന്. അത് ക്യാം പ്രൊഫൈൽ വരക്കുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഡാറ്റയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ലൈൻ ഓഫ് സ്ട്രോക്ക് ഓഫ് ഫോളോവർ പാസിംഗ് ത്രൂ ദ ആക്സിസ് ഓഫ് ക്യാം. അതായത് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഓഫ്സെറ്റ് ഉള്ള പ്രോബ്ലം നമ്മൾ ചെയ്യും. ഇത് ഓഫ്സെറ്റ് ഇല്ലാത്ത നോർമൽ പ്രോബ്ലമാണ്, അതുകൊണ്ട് അതും വറി ചെയ്യേണ്ട. ആൻഡ് നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഫോളോവർ ഈസ് ടു മൂവ് ഔട്ട്വേർഡ് വിത്ത് SHM മോഷൻ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന SHM മോഷൻ വരിക ഈ ഫോളോവർ റൈസ് ചെയ്യുന്ന സമയത്ത് സിമ്പിൾ ഹാർമോണിക് മോഷനാണെന്നാണ് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ഇൻവേർഡ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ ആൻഡ് റിട്ടേർഡ് മോഷൻ. ദാറ്റ് ഈസ് റിട്ടേൺ സ്ട്രോക്ക് യൂണിഫോം ആക്സലറേഷൻ ആൻഡ് റിട്ടേർഡ് മോഷനാണ്. ഔട്ട്വേർഡ് സ്ട്രോക്ക് സിമ്പിൾ ഹാർമോണിക് മോഷനാണ് തന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഗിവൺ ഡാറ്റ എടുത്ത് എഴുതാം. തന്നിരിക്കുന്ന 2 ഡാറ്റ ഉള്ളത്, ഒന്ന് മാക്സിമം ലിഫ്റ്റ് ദാറ്റ് ഈസ് 25 mm ആൻഡ് മിനിമം റേഡിയസ് ഓഫ് ക്യാം തന്നിട്ടുണ്ട് 40 mm. പിന്നെ ഔട്ട്വേർഡ് സ്ട്രോക്ക് SHM ഉം ഇൻവേർഡ് സ്ട്രോക്ക് UAUR ആണ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാമാണ് ആദ്യം വരക്കേണ്ടത്. വി നീഡ് ടു ഡ്രോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. ഫോർ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഡ്രോ ആൻ ആക്സിസ് വിത്ത് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ക്യാം റൊട്ടേഷനും Y ആക്സിസ് എന്ന് പറയുന്നത് ലിഫ്റ്റും ആണ്. അതായത് നമ്മൾ അതിന് കണക്കായിട്ടൊരു ചിത്രം വരക്കാണ്. ടോട്ടൽ 360 ഡിഗ്രി ഏറ്റവും നന്നായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റിയ ഈ എക്സ് ആക്സിസിൽ ഈ ഡിസ്റ്റൻസ് 12 സെൻറ്റിമീറ്റർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. 12 എടുത്തു കഴിഞ്ഞാൽ 360 ഡിഗ്രി ഈക്വൽ ടു 12 എന്നുള്ളതാണ് ഞാൻ എടുക്കുന്ന ഡാറ്റ. അതിനനുസരിച്ച് നമുക്ക് ഡിഗ്രി എടുക്കാം. അഥവാ 360/12 ആയിരിക്കും 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതൊക്കെ കിട്ടുക. അതിന് ആവറേജ് നോക്കാം 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 30 ഡിഗ്രി അറൗണ്ട്. സോ ഇത് 12 സെൻറ്റിമീറ്റർ വരക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ലിഫ്റ്റ് തന്നിരിക്കുന്നത് തന്നെ വരക്കുക. ഇതിനകത്തിപ്പം ലിഫ്റ്റ് തന്നിരിക്കുന്നത് 25 mm ആണ്, അതുകൊണ്ട് ഞാൻ ഈ തന്നിരിക്കുന്നത് 25 എടുത്തു. അതിനുശേഷം നമ്മളിതിനെ കറക്റ്റ് ഡിഗ്രി വെച്ചിട്ട് ഇപ്പം നമ്മളോട് റൈസിങ് പറഞ്ഞിരിക്കുന്നത് ഔട്ട്വേർഡ് സ്ട്രോക്ക് പറഞ്ഞിരിക്കുന്നത് 120 ഡിഗ്രിയാണ്. അതുകൊണ്ട് 120 ഡിഗ്രി സ്കെയിലെടുക്കുക. 120 എന്ന് പറയുമ്പോൾ 360 = 12 ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ =
30 ഡിഗ്രി വരും. 120 ഡിഗ്രി ആവണമെങ്കിൽ ടോട്ടൽ 4 സെൻറ്റിമീറ്റർ എടുക്കണം. അന്നേരം ഇത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. പിന്നെ ഡ്വെൽ എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ. 60 ഡിഗ്രിയും തന്നു കഴിഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ നമുക്ക് ഡ്വെൽ പീരീഡ് എടുക്കണം. അതേപോലെ തന്നെ പിന്നെ 90 ഡിഗ്രിയാണ് റിട്ടേൺ സ്ട്രോക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന ഡാറ്റ ഈ ഡിസ്റ്റൻസ് 90 ആയിരിക്കും, ഇത് 90 mm ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അഥവാ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെ ടോട്ടൽ നോക്കിയാൽ 4 + 2 6 + 3 9 + 3 12 വരും. അഥവാ ടോട്ടൽ കംപ്ലീറ്റ് ആകും. ഇങ്ങനെയാണ് ഈ ചിത്രത്തിൻ്റെ ഡയഗ്രാം വരക്കാൻ തുടങ്ങേണ്ടത്. ഇത് വരച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗം 6 ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അഥവാ 0 1 2 3 അങ്ങനെ മാക്സിമം 6 വരുന്ന വിധത്തിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതുപോലെ റിട്ടേൺ സ്ട്രോക്കും ഞാൻ 6 കഷ്ണമായിട്ട് ഇവിടെ എത്ര കട്ട് ചെയ്തോ അത്ര തന്നെയാണ് ഇവിടെയും ഞാൻ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ നമ്പറും കൊടുക്കുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ 0 നിന്ന് 6 വരെ ഇങ്ങോട്ട് ഇൻക്രീസിങ്ങും ഇവിടുന്ന് ഡിക്രീസിങ്ങുമാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സൈഡ് SHM ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ SHM വരക്കാൻ വേണ്ടിയിട്ട് കർവ് വരക്കണം, ഹാഫ് സർക്കിൾ വരക്കണം. അതിനുശേഷം അതിനെ 6 കട്ട് ചെയ്യണം. 6 കട്ട് ചെയ്തിട്ടാകുമ്പം നേരത്തെ നമ്മൾ ചെയ്ത് 2 SHM ആണെങ്കിൽ ഈ ലൈൻ ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ലൈൻസും ഈ ഫുൾ ലെങ്ത്തിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തിപ്പം റൈസിങ് മാത്രമേ SHM ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടം വരെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടു. ഓക്കെ, അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യേണ്ടി വരും. അതിന് മുമ്പ് നമുക്ക് റിട്ടേൺ സ്ട്രോക്കിൽ നോക്കാം. കാരണം ഈ SHM വരക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. UAUR എങ്ങനെയാണ് വരക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇമ്പോർട്ടൻറ്റ്. UAUR മോഷൻ്റെ വരക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മിഡിലായിട്ടുള്ള നമ്പർ ദാറ്റ് വിൽ ബി 3. ഇതിൻ്റെ അകത്ത് നോക്കിയാൽ 3 ഡാഷ് എന്ന് പറയുന്ന ഈ ലൈനിൽ ഞാൻ 6 കഷ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണ്. നിങ്ങൾ നോക്കുക, 6 കഷ്ണമായിട്ട് ഞാൻ നെയിംലി എണ്ണ. താഴെ 0 ആണെങ്കിൽ 1 2 3 4 5 6 അങ്ങനെ 6 കഷ്ണമാക്കാണ്. അതിന് നമ്പറും കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നടുക്കേ കൂടിയുള്ള ഈ ലൈൻ ജോയിൻ ചെയ്യുന്നതിന് പകരം ഈ മുകളിലുള്ളത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഈ ലൈൻ ഈ കോർണറിൽ നിന്ന് 5ലേക്ക് ഒരു ലൈൻ വരക്കുക. അതേപോലെ അതേ പോയിന്റ് 4ലേക്ക് ഒരു ലൈൻ വരക്കുക. അതേപോലെ 3ലേക്ക് കൂടി കടന്നു പോകുന്ന ലൈൻ എന്തായാലും ഉറപ്പായിട്ടും ഇങ്ങനെ കോർണറിൽ കട്ട് ചെയ്യും. കാരണം 3 എന്ന് പറയുന്നത് ഈ ലൈൻ്റെ കറക്റ്റ് മിഡിൽ പോയിന്റിലാണ് വരിക. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇവിടത്തേക്ക് വരക്കുന്ന ലൈന് ഈക്വൽ ആയിരിക്കും. അതേപോലെ 2 എന്നുള്ളത് പിന്നെ വരക്കേണ്ടത് മുകളിൽ നിന്ന് താഴോട്ടേക്കല്ല, ഈ ലൈൻ ഇപ്പുറത്ത് പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരക്കുക. 2 എന്നുള്ളത് 1 എന്നുള്ളതും അവിടെ വരക്കുക. ശ്രദ്ധിക്കുക, വരച്ചത് ഈ കോർണറിന് 5ലേക്കും 4ലേക്കും വരക്കുക. 3ലേക്ക് വരക്കുന്നത് ഇപ്പുറത്തെ സൈഡിൽ നിന്നോ ഇപ്പുറത്തെ സൈഡിലായ പ്രശ്നമില്ല. ഇനി ഇവിടുന്ന് 2ലേക്കും 1ലേക്കും മീറ്റ് ചെയ്യുക. ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നേരത്തെ അറിയാം. ഇവിടെയാണെങ്കിൽ 1 ഡാഷും ജോയിൻ ചെയ്യുന്നത് 0ൽ നമ്മൾ ആദ്യത്തെ പോയിന്റ് ഇട്ടു. 1ഉം 1 ഡാഷും ജോയിൻ ചെയ്യുന്നത് സെക്കൻഡ് പോയിന്റ്, 2ഉം 2 ഡാഷും ജോയിൻ ചെയ്യുന്നത് തേർഡ് പോയിന്റ്, 3ഉം 3 ഡാഷും ജോയിൻ ചെയ്യുക, 4ഉം 4 ഡാഷും ജോയിൻ ചെയ്യുക, 5ഉം 5 ഡാഷും ജോയിൻ ചെയ്യുക, 6ഉം 6 ഡാഷും ജോയിൻ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ സൈഡിലുള്ള പോയിൻറ്റ്സ് കിട്ടി. അത് നമ്മൾ ജോയിൻ ചെയ്തു. അതിനുശേഷം ഡെൽ പീരീഡാണ് 60 ഡിഗ്രി, അത് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഇപ്പുറത്തെ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചാൽ ഓരോ പോയിൻറ്റ്സ് എടുക്കാം. ഇപ്പം 6ഉം ജോയിൻ ചെയ്ത് നമുക്കറിയാം. ഇനി 5 ഇവിടുത്തെ 5ഉം ഇവിടുത്തെ 5ഉം കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ അടുത്ത പോയിന്റ് ഇടുക. അതേപോലെ ഇവിടുത്തെ ലൈൻ 4ന് പോയിൻറ്റും ഇവിടുന്ന് മുകളിലത്തേക്ക് പോകുന്ന 4ന് പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യുക. അതിലെ 3ാമത്തെ പോയിന്റ് ഈ മൂന്നും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റ് അത് ആ മിഡിൽ തന്നെ ആയിരിക്കും. ഇനി ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് 2ലേക്ക് പോകുന്ന 2 എന്ന് പറയുന്ന ഈ ചെരിഞ്ഞ ലൈനും ഇവിടെ നിന്നുള്ള 2 എന്നുള്ള പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്യുക. 1ഉം അതുപോലെ ജോയിൻ ചെയ്യുക. 1ഉം കൂടി ജോയിൻ ചെയ്യുക. 0യും കൂടി ജോയിൻ ചെയ്യുക. അതിലേക്കൂടി കർവ് കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് UAURൻ്റെ മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരക്കുക. എല്ലാം ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള പീരീഡ് ഡെൽ പീരീഡാണ്. ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. SHM നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. അതേപോലെ തന്നെ UAUR എങ്ങനെ വരച്ചിരിക്കുന്നത് എന്നുള്ളത് പോസ് ചെയ്തിട്ടുണ്ട്. റിട്ടേൺ അടിച്ചിട്ട് ഒന്നും കൂടി പ്ലേ ചെയ്ത് നോക്കുക. അന്നേരം കുറച്ചും കൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഞാനതിനെ ഒന്ന് സൈഡാക്കി വെക്കുവാണ്. നമുക്ക് ക്യാം പ്രൊഫൈലാണ് വരക്കേണ്ടത്. ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിനകത്തെല്ലാം വരക്കുക. ആദ്യം ആക്സിസ് വരക്കുക, മിനിമം റേഡിയസ് വരക്കുക. അതിനുശേഷം നമുക്ക് ഈ ആക്സിസ് നമുക്ക് 0 എന്നുള്ള ഡിഗ്രി ആക്കിയിട്ട് എടുക്കാം. അതുകൊണ്ട് തന്നെ ആദ്യം 120 ഡിഗ്രീനെ 6ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 6ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് 120 ഡിഗ്രീനെ. അതേപോലെ തന്നെ പിന്നെയുള്ള 60 ഡിഗ്രി
ഡൊല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിന് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. 60 ഡിഗ്രി ഡൊല്ലായതുകൊണ്ട് 60 ഡിഗ്രിക്ക് ശേഷമുള്ള ബാക്കിയുള്ള 90 ഡിഗ്രീനെ അഥവാ റിട്ടേൺ സ്ട്രോക്ക് വരുന്ന 90 ഡിഗ്രീനെ ഞാൻ 6ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അന്നേരം 6ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു, നമ്പറും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും. നിങ്ങൾക്കിപ്പോൾ ഏകദേശം പോയിൻറ്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടാവും. ഇനി ഈ ലൈൻ എടുക്കുക, ഇതിനകത്ത് 0 എന്നുള്ള പോയിൻ്റ് കറക്റ്റായിട്ട് 0യിൽ മാർക്ക് ചെയ്യുക. 1 ഈ റെഫറൻസ് താഴത്തെ ലൈൻ എന്നുള്ളതാണ് എല്ലാ ഹൈറ്റും എടുക്കേണ്ടത്. ഈ താഴത്തെ ലൈനിൽ നിന്ന് 1 ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിലേക്കുള്ള ഹൈറ്റ് എടുത്തിട്ട് അത് ഇവിടത്തേക്ക് മാർക്ക് ചെയ്യുക. ഈ സർക്കിളിൻ്റെ പുറത്ത് നിന്ന് മുകളിലോട്ടേക്ക് മാർക്ക് ചെയ്യാം. അതേപോലെ 2 എന്നുള്ളതും മാർക്ക് ചെയ്യാം. ഈ റെഫറൻസ് മുതൽ 2 ജോയിൻ ചെയ്യുന്ന ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിലേക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ 3 മാർക്ക് ചെയ്യുക, 4 മാർക്ക് ചെയ്യുക, 5 മാർക്ക് ചെയ്യുക, 6 മാർക്ക് ചെയ്യാം. ഇത്രയായാൽ ഇൻപുട്ട് സൈഡ് കംപ്ലീറ്റ് ആയി. പിന്നെ വരുന്നത് ഡെൽ പീരീഡ് ആണ്. ഒരു കോമ്പസ് സെൻറ്ററിൽ കുത്തിയിട്ട് ആ സർക്കിളിനെ കംപ്ലീറ്റ് ആക്കുക വേണ്ടു. ഇനി ഇതാണ് ഇൻപുട്ടിൽ വരുന്നത്. ഇനി സർക്കിളിൻ്റെ ഈ സർക്കിളിൻ്റെ ഈ സെൻറ്ററിൽ കുത്തിയിട്ട് ഇവിടുന്ന് ഒരു കർവ് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് ഡയറക്റ്റ്ലി ഈ ഹൈറ്റ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക, അതുകൊണ്ട് അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും വരില്ല. ഇനി ഈ ബേസ് ലൈനിൽ 5 മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിലേക്കുള്ള ഹൈറ്റ് എടുക്കുക, അത് ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്യുക. 4 കട്ട് ചെയ്യുക, 3 കട്ട് ചെയ്യുക, 2 കട്ട് ചെയ്യുക, 1 എടുക്കുക, 0 എടുക്കുക. അതായത് എല്ലാം തന്നെ റെഫറൻസ് പോയിൻ്റിൽ നിന്ന് ഇവിടെ ആണെങ്കിൽ ഈ പോയിൻ്റിൽ നിന്ന് ഈ ജോയിൻ ചെയ്ത പോയിൻ്റ് വരെ, ഇത് ഇവിടുന്നാണെങ്കിൽ ഇവിടുന്ന് ഈ ജോയിൻ ചെയ്ത പോയിൻ്റ് വരെ, ഇവിടുന്ന് മുതൽ ഇതിൻ്റെ മിഡിൽ വരെ, ഇവിടുന്ന് മുതൽ ഈ 2 വരെ, താഴെ മുതൽ ഇവിടെ വരില്ല. അങ്ങനെ മീറ്റ് ചെയ്തിട്ടാകുമ്പോൾ അതിൻ്റെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ബാക്കിയുള്ളത് കർവാണ്. ആ കർവ് കംപ്ലീറ്റ് ചെയ്യുക. ഈ കിട്ടിയിരിക്കുന്നതാണ് നമ്മളുടെ ക്യാം പ്രൊഫൈൽ. ഇതിനകത്ത് ഇപ്പം ഔട്ട്വേർഡ് സ്ട്രോക്ക് SHMഉം ഇൻവേർഡ് സ്ട്രോക്ക് UR മോഷനും ഉണ്ടാവുക. നൈഫ് എഡ്ജ് ആണെന്ന് കാണിക്കാൻ ഫൈനലി ഒരു നൈഫ് എഡ്ജ് ഫോളോവർ വരച്ച് വെക്കുക. ദിസ് ഈസ് ഫോർ നൗ.